നോമിനേഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ആരൊക്കെയാണ് നോമിനേറ്റഡ് എന്താണെന്നറിയാമോ? വീട് മുഴുവൻ നോമിനേറ്റഡ് ആയി. അതെ, 15 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. 15 പേര്. എൻ്റെ പൊന്നു. അപ്പൊ ഇത്തവണ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആരൊക്കെ ഏതൊക്കെ കറക്റ്റ് ഇതിലാണ്. പക്ഷെ നമുക്കത് അറിയാൻ പറ്റില്ല. എന്തായാലും അവസാനം വരുന്ന വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് വരുന്ന ഒരു 4 പേരെങ്കിലും പുറത്ത് പോകണ്ടേ. പിന്നെ ഓണമായതുകൊണ്ട് ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാവുമോ? നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷൻസ് എല്ലാം അവർ ഇതാക്കി കേട്ടോ, അവസാനിപ്പിച്ചു. വോട്ടിംഗ് ലൈൻസ് അവസാനിപ്പിച്ചു. അതായത് ആ വോട്ടിങ്സ് ഒന്നും ഇനി എടുക്കത്തില്ല കേട്ടോ. ആ വോട്ട് ചെയ്തതൊന്നും ഇനി എടുക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച കുറച്ച് പേര് നോമിനേറ്റഡ് ആയിരുന്നില്ലേ? ആര്യൻ, ഒനീൽ, അഭി, ആദില, നൂറ, ബിന്നി ആൻഡ് രേണു. ഇത്രയും പേര് നോമിനേറ്റഡ് ആയിരുന്നല്ലോ. അതൊന്നും ഇനി എടുക്കത്തില്ല. അത് അവസാനിപ്പിച്ചു കേട്ടോ. പുതിയ ലൈൻസ് ഓപ്പൺ ആക്കുകയാണ് ഇന്ന് രാത്രി തൊട്ട്. അത് ഇന്ന് എപ്പിസോഡ് കഴിയുന്നു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടൈം 9 മണിക്കാണ്. 9 മണിക്ക് സാറ്റർഡേ എപ്പിസോഡിൻ്റെ ടൈമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടൈം. ഓക്കെ. അപ്പോൾ പുതിയ നോമിനേഷനിൽ 2 വ്യക്തികളും കൂടെ ലാലേട്ടൻ്റെ നോമിനേഷൻ പണിഷ്മെന്റ് പ്രകാരം വന്നിട്ടുണ്ട്. അനുവും ജിസേലുമാണ്. അപ്പോൾ പഴയ നോമിനേഷൻ ലിസ്റ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അതായത് ആര്യൻ, ഒനീൽ, അഭി, ആദില, നൂറ, ബിന്നി, രേണു, പിന്നെ അനുവും ജിസേലും. ഇത്രയും പേര് ഓൾറെഡി നോമിനേറ്റഡ് ആണ്. കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷനിലെ ആൾക്കാർ ഈ ആഴ്ച നോമിനേറ്റഡ് ആണ്. കൂടെ അനുവും ജിസേലും. അതിൻ്റെ കൂടെ ബാക്കിയുള്ളവർ മൊത്തം നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ നോമിനേഷൻസ് അവർ ഫുൾ ഓരോരുത്തർ കൺഫെഷൻ റൂമിൽ പോയി നോമിനേഷൻ ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് വൈൽഡ് കാർഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വൈൽഡ് കാർഡ്സിനെയും പുതിയ ക്യാപ്റ്റനായ നിവീനെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരെയൊക്കെ അതായത് ഈ 7 പേരുണ്ടല്ലോ കഴിഞ്ഞ ഈ ഓൾറെഡി നോമിനേഷനിൽ വന്ന ആൾക്കാർ, അതായത് ആര്യൻ, ഒനീൽ, ആദില, നൂറ, അഭി, ബിന്നി, രേണു, അനു, ജിസേൽ, ഈ 9 പേരൊഴിച്ച് ബാക്കി എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാവരും പോയി നോമിനേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ വലിയൊരു ലിസ്റ്റാണ് ഇതിനകത്ത്. എല്ലാവരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അനീഷിന് വരെ കിട്ടിയിട്ടുണ്ട്. അനീഷിന് ഞാൻ പറയാം, ആദ്യം തന്നെ അനീഷിന് 6 വോട്ടാണ് കിട്ടിയത് നോമിനേഷനിൽ. നന്നായെന്ന് വേണം ഞാൻ പറയാം. കാരണം ഇത്രയും ഒരു മാസത്തോളം പുള്ളിക്കാരൻ നോമിനേഷനിൽ വരാതിരുന്നു. ഇനിയെങ്കിലും വരുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. ശൈത്യ ഓൾറെഡി മറ്റേ എന്താണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലും പിന്നെ നിഴലെന്നും പറയുന്നുണ്ട്, ബാക്ക് സ്റ്റാബിംഗ് എന്നും പറയുന്നുണ്ട്. ഇവിടുന്ന് പോയ വൈൽഡ് കാർഡുകൾ അതിൽ പ്രവീൺ പറഞ്ഞിട്ടുണ്ട് ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അക്ബർ, അത് ഇവിടുന്ന് കണ്ടിട്ട് പോയിട്ടുള്ള ഇതാണ്. അത് കഴിഞ്ഞ് അക്ബർ 6 നോമിനേഷൻ വന്നിട്ടുണ്ട്. ഷാനവാസിന് 7 നോമിനേഷൻസ്, റന 7 നോമിനേഷൻസ്, ശരത്തിനാണ് ഇതിനകത്ത് ഇന്ന് നോമിനേറ്റഡ് ആയാലും 9 നോമിനേഷൻസ് കിട്ടിയിരിക്കുന്നത്. അതായത് ഗ്രൂപ്പിസം കളിച്ചു, ഫേവറിസം കാണിച്ചതൊക്കെ പറഞ്ഞിട്ടാണ്. ചുരുക്കം പറഞ്ഞാൽ 15 പേർ ഈ ആഴ്ച നോമിനേറ്റഡ് ആയിട്ടുണ്ട്. ആര്യൻ, ഒനീൽ, ആദില, നൂറ, അഭി, ബിന്നി. ആദില, നൂറ സെപ്പറേറ്റ് ആണ്. അഭി, ബിന്നി, രേണു, അനു, ജിസേൽ, അനീഷ്, ശൈത്യ, അക്ബർ, ഷാനവാസ്, റെന, ശരത്. അങ്ങനെ 15 പേരാണ്. വീട്ടിലിപ്പോൾ 21 പേരുണ്ട്. ഭയങ്കര ഒരു നിറഞ്ഞു നിൽക്കുകയാണ്. അത് മാത്രമല്ല പുതിയ ഗെയിം പ്ലാനുകൾ പുതിയൊരു രീതിയിലൊക്കെയാണ് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത്. നിവീനും വൈൽഡ് കാർഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും കറക്റ്റായിട്ട് കൃത്യമായിട്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഓൾറെഡി 21 പേരുണ്ട് ആ വീട്ടിൽ. ഒരു 4 പേരെങ്കിലും ഔട്ടാക്കണം. പിന്നെ ഈ ആഴ്ച മിക്കവാറും എവിക്ഷൻ ഉണ്ടാവില്ല. കാര്യം ഓണമാണ് അല്ലേ, അടുത്ത ആഴ്ച, അതായത് അടുത്ത വീക്കെൻഡ് ഓണമല്ലേ ആണെന്നാണ് തോന്നുന്നത്. എവിക്ഷൻ ഉണ്ടാവത്തില്ല, ഓണമാണ്. മിക്കവാറും ഈ ഒരു നോമിനേഷൻ തന്നെ അടുത്ത ആഴ്ചത്തേക്കും കൂടെ കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു 15 പേരെ തന്നെ അടുത്ത ആഴ്ചയും കൂടെ. ഞാൻ പറയണത് ഇത് തന്നെ എങ്ങനെ എല്ലാ ആഴ്ചയും വരണം, ഈ നോമിനേഷൻസ് തന്നെ എല്ലാ ആഴ്ചയും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 15 എന്താ ആരൊക്കെ വീട്ടിലുണ്ടോ അവരൊക്കെ വന്നോട്ടെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും ഈ ആഴ്ച ചിലപ്പം ആരും ഔട്ടാവില്ല. കാര്യം ഓണമായിരിക്കും. അതിൻ്റെ അടുത്ത ആഴ്ച തൊട്ടായിരിക്കും എവിക്ഷൻ. ഞാൻ ആ അടുത്ത ആഴ്ച മിക്കവാറും ഒരു 4 പേരെങ്കിലും അല്ലെങ്കിൽ 6 പേരെങ്കിലും ഔട്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞത്. മിനിമം 4 പേരെങ്കിലും ഔട്ടാവണം. കാര്യം വീട്ടിൽ ആൾക്കാരുണ്ട് ആവശ്യത്തിൽ കൂടുതൽ. അപ്പോൾ ഓൾറെഡി നമ്മൾ വീട്ടിൽ പ്രേക്ഷകർക്ക് താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ ഇമ്പ്രസ് ചെയ്യാൻ പറ്റാത്തവർ പോട്ടെ. ഓക്കെ, അതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു 4 പേരെങ്കിലും ഔട്ടാവണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ഔട്ടാവണം? ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇന്ന് 9 മണിക്കാണ് എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.